ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സിഡ്ബിയുടെ 37ാം വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1 ലക്ഷം കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1 lakh crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people. രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ETA സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്.
ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാണെന്നും അദ്ദേഹം അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Several key agreements were signed during the visit which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership, which has given a boost to our defense partnership with UAE. രാജ്യത്തെ LPGയുടെ റിഫൈനറി ഉൽപാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണയ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7ആയി. അയൽ രാജ്യമായ കോങ്കോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15-നാണ് കോങ്കോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോങ്കോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-ലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.